ട്രോഫി കൊടുത്തത്. ഇതിപ്പോഴും നാട്ടിൽ നടക്കുന്ന കളിയിൽ അന്താരാഷ്ട്ര ഫുട്ബോളാണ്. അവിടെ ഫിഫ ഉണ്ട്. ആ കളി നിയന്ത്രിക്കുന്ന എല്ലാ സംവിധാനമുള്ള കാലഘട്ടമാണിത്. കാരണം അന്ന് 86 മെക്സിക്കോ ആതിഥ്യം വഹിച്ച ലോകകപ്പിൽ അന്ന് ഇംഗ്ലണ്ടിന് എതിരാളി കൈകൊണ്ട് ഗോളിട്ട് മറഡോണ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രചരിച്ചു. അത് റഫറിയുടെ തീരുമാനമല്ലേ. അതേമാതിരി ഇപ്പോൾ 79 മിനിറ്റ് വരെ ഈ ഈജിപ്തുമായിട്ട് മത്സരത്തിൽ റഫറി നല്ലത്, കമ്മിറ്റി നല്ലത്, എല്ലാ കമ്പ്യൂട്ടറും സൂപ്പർ ചെയ്യും. 79-ാം മിനിറ്റിലാണ് അർജന്റീന ഗോള് മടക്കുന്നത്. 79-ാം മിനിറ്റ് ഗോള് മടക്കി സമനിലായി ജയത്തിനുള്ള ഗോളരെ നേടി ഈജിപ്തിനെതിരെ. അപ്പം തുടങ്ങിയതാണ് ആടെ കമ്മിറ്റി ടീമാണ്, റഫറി കളിക്കുന്നുണ്ട് ഒക്കെ തീരുമാനം. ആടെ കമ്പ്യൂട്ടർപരമായി എല്ലാ സംവിധാനമുള്ള ലോകമാണ് ഈ ലോകം. അപ്പം റഫറിന്റെ തീരുമാനം അന്ന് ജഡ്ജി റഫറിയാണ്. കാരണം റഫറി ഇപ്പുറത്തെ ഒരു ഫോള് കൊടുത്ത് അപ്പുറത്തെ ഒരു ഫോള് കൊടുക്കണ നിയമമൊന്നും അവിടെ ഇല്ല. അവിടെ നിയമം ഈ ഫോണിന് എന്താ കാരണം, അവിടെ കൊടുക്കാൻ പറ്റുമോ, ബാറിൽ പോകണമെന്ന് റഫറിന്റെ അന്തിമ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ റഫറിക്ക് അന്തിമ തീരുമാനം വയ്ക്കാം. ബാറിൽ പോകാൻ അയാൾ തോന്നി, അല്ലാതെ മെസ്സിന്റെ കൂട്ടരോ മെസ്സിന്റെ ജ്യേഷ്ഠൻ നടത്തുന്ന കളിയല്ല ഈ കളി എന്ന് പറഞ്ഞാല് അങ്ങനെയാണ് ലോകകപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കാരണം ലഫറിന്റെ തീരുമാനം അങ്ങനെ, ലഫറിക്ക് തോന്നിയില്ല വേറെ പോണമെന്ന്. അപ്പൊ കേരളത്തിന് അങ്ങനെയാണ്. ഇതിപ്പോ വരാൻ പോണത് തന്നെയാണ്. അപ്പൊ ഇത് എതിരെ ഇപ്പൊ പറയാൻ കാരണം ബ്രസീല്, പോർച്ചുഗൽ ഇതൊക്കെ ആരാധകരുള്ള ടീം. ഇനി ബ്രസീൽ പോകാൻ കാരണം കാർലോസ് ആഞ്ചലോട്ടി എന്ന് പറയുന്ന വ്യക്തമായ കോച്ചിനെ അയാൾക്ക് താളം തെറ്റി, അയാൾക്ക് കുറഞ്ഞ ബ്രസീലിന്റെ കോച്ചുമാരെ വിമർശിച്ചിട്ട് അയാൾ ചെറിയ ബുദ്ധിമോശം കൊണ്ടാണ് ബ്രസീൽ പുറത്ത് പോയത്. വേറെ കാര്യം, നെയ്മർ ശരിക്കും ഉപയോഗപ്പെടുത്തില്ല. നെയ്മറിനെ ഉപയോഗപ്പെടുത്താഞ്ഞിട്ടാണ് ബ്രസീൽ പുറത്തേക്ക് പോകാൻ കാരണം. നെയ്മറിനെ ഇറക്കുന്ന സമയത്ത് എതിരാളികൾ നെയ്മർ കളിച്ചോ എന്നല്ല, ലോകത്തെ ഏറ്റവും വലിയ കളിക്കാരനാവുമ്പോൾ ഒരു എതിരാളികൾ നെയ്മറെ നോക്കാൻ 2 ആളുണ്ടാവും. ആ സമയത്ത് ബ്രസീൽ ഉപയോഗപ്പെടുത്താം. അയാള് നല്ല കോച്ചായിട്ട് കാര്യമില്ല. കോച്ച് നിമിഷം മതി താഴെ തെറ്റാ. അതുകൊണ്ട് വിനീസസ് എടുക്കേണ്ട കിറ്റ് വേറെ ചങ്ങായി മതി തലേനെ മാന്തിയ പുറത്തേക്ക് അടിച്ചു. അപ്പൊ വിനീസസ് ആ കിറ്റ് എടുക്കണ്ടേ. അങ്ങനെ കോച്ചുമാരുടെ തീരുമാനം ഭയങ്കരമാണ്. കാരണം എന്താ, നിമിഷം മതി. 2006 ജർമ്മനി ആതിഥ്യം വഹിച്ച ലോകകപ്പിൽ ആ ലോകകപ്പ് അടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ടീം ഇനി അർജന്റീന ടീം. സോറി, അവിടെ പാബോ ഐമർ ഇപ്പോഴത്തെ അസിസ്റ്റന്റ് കോച്ച പാബോ, പിന്നെ റോബർട്ടോ അയാളെ പാബോ ഐമർ എയിൻസും ഒക്കെ അടങ്ങുന്ന ടീം. 2006 കാര്യം ജർമ്മനി. അത് അർജന്റീന കോച്ച് പെക്കർമാനാണ്. പെക്കർമാനായിട്ടുള്ള സമയത്ത് അർജന്റീനയും ജർമ്മനി ക്വാർട്ടർ മത്സരം. ജർമ്മനി പന്ത് തൊട്ടില്ല. റോബർട്ടോ അയാളുടെ ഹെഡ് ഗോൾ ജയിച്ചിക്കുക, പിന്നെ ജർമ്മനി പരാജയപ്പെട്ടിക്കുക. ആ സമയത്ത് പെക്കർമാർ റിക്കൽമിനെ പിൻവലിച്ച്, ഏറ്റവും വലിയ മധ്യനിര കളിക്കാരൻ റിക്കൽമിനെ പെക്കർമാർ പിൻവലിച്ച്. ആ പിൻവലിച്ചപ്പോൾ റിക്കൽമിനെ കയറാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ താളം കണ്ടെത്തി ജർമ്മനി. ടൈം ബേക്കറിൽ ജർമ്മനിയിലൂടെ അർജന്റീന കീഴടക്കി 2006 ക്വാർട്ടർ മത്സരത്തിൽ. അതാണ് പറഞ്ഞത്, നിമിഷം കോച്ചുമാരെല്ലാം ആളായിട്ട് കാര്യമില്ല. അവിടെ ലയണൽ സ്കലോണി കഴിഞ്ഞ ലോകകപ്പിൽ സ്കലോണിന്റെ എല്ലാ പിന്നെ കഴിവുള്ള കോച്ചിന്റെ പേര് ദിവസം വരാൻ സാഹചര്യം ഉണ്ടായിനി. സ്കലോണി 2000 കഴിഞ്ഞ ലോകകപ്പിൽ ഫ്രാൻസ് അർജന്റീന ഫൈനൽ. ഫ്രാൻസ് ഫസ്റ്റ് ഹാഫിൽ ബോൾ തൊട്ടില്ല, 2 ഗോൾ ജയിച്ചു നിൽക്കുകയാണ് അർജന്റീന. ആ സമയത്താണ് 62-ാം മിനിറ്റിലാണ് ഏഞ്ചൽ ടീം അതിനെ സ്കലോണി കേട്ടത്. ആ സമയത്ത് ഫ്രാൻസ് താളം കണ്ടെത്തി. അപ്പോഴാണ് എംബാപ്പ നമ്മൾ കളത്തെ കാണുന്നത്. ഏഞ്ചൽ ടീം അതിന് പോയാരെ ഫ്രാൻസ് അസാധ്യമായി ബോംബെയായി 100 പാലത്തിൽ അന്ന് രക്ഷപ്പെട്ടെ. ആദ്യം അർജന്റീന എമിലിയാനോ മാർട്ടിനസിനെ കൗലോ മൈൻ്റെ അടി ഗോളോട് നടത്തിയില്ലെങ്കിൽ 4-3 പുറത്തായി. അപ്പോൾ അതാ പറഞ്ഞത്, നിമിഷം മതി കോച്ചിന്റെ നല്ല കോച്ചായിട്ട് കാര്യമില്ല. അപ്പം പ്രൈഡ് ഉപയോഗിക്കണം കോച്ച് ചെയ്യാനതാ. അപ്പൊ നെയ്മറാണ് കാറ്റാൻ പാടില്ല. അതാണ് പ്രശ്നം. പിന്നെ അർജന്റീനക്ക് എപ്പോൾ സ്കലോഡ് ചെയ്യേണ്ടത്, ബാക്കിൽ തട്ടാ അർജന്റീന സമ്മതിക്കരുത്. അർജന്റീന ബാക്കിൽ തട്ടി എതിരാളികളായിട്ട് കൊണ്ടുവരിക. അങ്ങനെ എതിരാളികളെ കൊണ്ടുവന്ന് ഈജിപ്ത് കൊളടിച്ച്, അങ്ങനെ സ്വിറ്റ്സർലാൻഡിനായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. എതിരാളികൾ ഒന്നായിട്ട് വരുന്ന സമയത്ത് അർജന്റീനക്ക് ഡിഫൻസ് പിടിച്ച കാര്യമില്ല. ലോകത്തെ ഏറ്റവും വലിയ ഡിഫൻസ് ഇറ്റലി ഡിഫൻസ്, ലോക ചൈന മതിൽ 94 മദീന്റെ അതിനകത്ത് ഡിഫൻസ് ഇപ്പോൾ ലോകത്തെ ടീമിലില്ല. അപ്പോൾ ഓലെ കൊണ്ടുവന്ന ഡിഫൻസ് പൊട്ടി. അവസാനമാണ് ഈ അർജന്റീന കഷ്ടപ്പെടുക ഗോളടിക്കാൻ ഈജിപ്തിനെതിരെ. ഇനിയിപ്പോ